ഹലോ ഫ്രണ്ട്സ്, വിശറുകൾ, നീർ, പച്ചുറുമ്പ് എന്നീ പേരിൽ അറിയപ്പെടുന്ന വീവർ ആൻറ്റിനെ പറ്റിയാണ് ഈ വീഡിയോ. നമ്മുടെ നാട്ടിൽ ഇവന്മാരെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഇവരെ വീവർ ആൻഡ് എന്ന് വിളിക്കുന്നത്? കാരണം പച്ചിലകൾ തുന്നിച്ചേർത്താണ് ഇവർ കൂടുകൾ നിർമ്മിക്കുന്നത്. ഇലകളെ കൂട്ടിച്ചേർക്കാനായി ഇവർ യൂസ് ചെയ്യുന്നത് ഇവരുടെ തന്നെ ലാർവകൾ ഉണ്ടാക്കുന്ന ഒരു തരം സിൽക്കാണ്. ഒന്നോ അതിലധികമോ ശാഖകളിൽ നിന്നുള്ള ഇലകൾ വളച്ചാണ് ഇവർ കൂടുകൾ നിർമ്മിക്കുന്നത്. ഈ കൂടുകളിൽ പല അറകളുണ്ടാവും. ആ അറകളിലാണ് മുട്ടകളും അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും സൂക്ഷിക്കുന്നത്. ഇവിടെ കൂട്ടത്തിലെ ചില പെണ്ണുറുമ്പുകൾ ഡ്രോൺ എന്നറിയപ്പെടുന്ന ആണുറുമ്പുകളുമായി ഇണചേർന്നാണ് ക്യൂനായി മാറുന്നത്. ചില കൂടുകളിൽ ചിലപ്പോൾ ഒന്നിലധികം ക്യൂനുകളെ കാണാറുണ്ട്. ഒരു ക്യൂവിന് ഒരു ദിവസം 100 കണക്കിന് മുട്ടയിടാൻ സാധിക്കും. ഈ ഉറുമ്പുകൾക്ക് മുട്ടയിൽ നിന്ന് പൂർണ്ണ വളർച്ചയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 30 ദിവസമാണ്. എഗ്ഗ്, ലാർവ, പ്യൂപ്പ, അഡൽട്ട് എന്നീ സ്റ്റേജുകളിൽ കൂടിയാണ് ഇവ പൂർണ്ണ വളർച്ചയിൽ എത്തിച്ചേരുന്നത്. ഈ വെളുത്ത അരിമണികൾ പോലെ കാണുന്നതാണ് മുട്ടകൾ. ഇത് ഏകദേശം വിരിയാറായ മുട്ടകളാണ്. ഇതാണ് പുതുതായി റാണിയിട്ട ലാർവകൾ. ഇത് വിരിഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിച്ചേരാൻ ഏകദേശം 30 ദിവസം എടുക്കും. കോളനിയുടെ പരിപാലനം, തീറ്റ തേടൽ, കൂട് നോക്കൽ, കോളനി സംരക്ഷണം എല്ലാം നോക്കുന്നത് ആ കൂട്ടിലെ പെണ്ണുറുമ്പുകളായിരിക്കും. പൂർണ്ണ വളർച്ച എത്തിയ പെണ്ണുറുമ്പുകളെ മേജർ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ പൂർണ്ണ വളർച്ച എത്താത്ത പെണ്ണുറുമ്പുകളെ മൈനർ എന്നും അറിയപ്പെടുന്നു. മേജർ ഉറുമ്പുകളാണ് കൂട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത്. മൈനർ ഉറുമ്പുകൾ കൂട് വിട്ട് പുറത്തു പോകാറില്ല. ഒരു കോളനിയിൽ 100 മുതൽ 1000 ഉറുമ്പുകൾ വരെ ഉണ്ടാവാറുണ്ട്. ഈ ഉറുമ്പുകളിൽ പ്രോട്ടീനും ഫാറ്റി ആസിഡും കൂടുതലായതിനാൽ വീവർ ഉറുമ്പുകളെ തായ്ലാന്റ് പോലുള്ള ചില രാജ്യങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുണ്ട്. ഈ കാണുന്നത് ഇവിടെ ലാർവകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു തരം സിൽക്കാണ്. ഇത് ഉപയോഗിച്ചാണ് ഇവർ ഇലകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത്. അതുപോലെ തന്നെ കൂടിനുള്ളിൽ അറകൾ നിർമ്മിക്കാനും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.